ശ്രീകൃഷ്ണ ജ്യോതിശാലയ്ക്ക് ഏവർക്കും സ്വാഗതം. ജൂലൈ മാസത്തെ ഫലമാണ് പറഞ്ഞു. ജൂലൈ മാസത്തിൽ ചിങ്ങക്കൂറുകാർക്കുള്ള ഫലമാണ് പറഞ്ഞു. ചിങ്ങക്കൂറുകാർക്ക് ചിങ്ങൻ രാശിയിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കേതുവും ചൊവ്വയും 2ാം ഭാവം തൊട്ട് 6ാം ഭാവം വരെയും ശുദ്ധമാണ്, ഗ്രഹങ്ങളില്ല എന്നാണ് പറയുന്നത്. അതായത് ചന്ദ്രൻ കയറി വരികയാണെങ്കിൽ, ചന്ദ്രൻ കയറി വരികയാണെന്ന് പറഞ്ഞാൽ ഉത്തരത്തിൻ്റെ അവസാനത്തെ 3/4 ഭാവം തൊട്ട് അവിടത്തിൻ്റെ പകുതി ഭാഗം വരയ്ക്കും. അതായത് കന്നി രാശി തൊട്ട് മകരൻ രാശി വരെയും ചന്ദ്രൻ സഞ്ചരിക്കുന്ന കാലം കാലസർപ്പ യോഗമില്ല. മറ്റുള്ള സമയത്ത് കാലസർപ്പ യോഗമുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചിങ്ങൻ രാശിക്കാർക്ക് അതുകൂടാതെ ഒരു യോഗം, മാളവ്യ യോഗം, 10ൽ ശുക്രൻ നിൽക്കുന്ന കാരണം മാളവ്യ യോഗം ഉണ്ട് എന്നാണ് പറയുന്നത്. 11ൽ സൂര്യനും വ്യാഴവും വളരെ അനുകൂല സ്ഥിതിയിലാണ് നിൽക്കുന്നത്. അതുപോലെ 8ാം ഭാവത്തിൽ 7ാം ഭാവത്തിൽ രാഹു, 8ൽ ശനി, 10ൽ ശുക്രൻ, 11ൽ സൂര്യനും വ്യാഴവും, 12ൽ ബുധനും. ഇതാണ് ഗ്രഹസ്ഥിതി. അപ്പോൾ ഇവർക്ക് പൊതുവെ പറയുകയാണെങ്കിൽ ലഗ്നത്തിൽ കേതുവും ചൊവ്വയും നിൽക്കുന്നത് അത്ര ഗുണകരമല്ല. കേതുവിനും ചൊവ്വയ്ക്കും ഒരേ പരിഹാരം ചെയ്താൽ മതി. ഭഗവതി ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭഗവത് സേവ അല്ലെങ്കിൽ കുങ്കുമാർച്ചന, സഹസ്രനാമർച്ചന, കടുമധുര പായസം, വിളക്ക് മാല, കഠിന പായസം എന്നിവയെല്ലാം നടത്തുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യം. ലഗ്നത്തിൽ നിൽക്കും ചൊവ്വയാണ്. തലവേദന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, തല സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, തലവേദന, കഴുത്ത് വേദന എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ശിരസ്സായിട്ട് സംബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾക്ക് സാധ്യത പെട്ടെന്ന് വരുവാനുള്ള സാധ്യതയുണ്ട്. ജലദോഷം, അതുപോലെ തന്നെ നീരൊഴുക്ക് എന്നുള്ള അതെല്ലാം വരുവാനുള്ള സാധ്യതയുണ്ട്. അതും ശ്രദ്ധിക്കണം. എന്നിരുന്നാലും 11ാം ഭാവത്ത് തൊഴിൽ സംബന്ധമായിട്ടുള്ള മേഖലകളിൽ ഗുണാനുഭവങ്ങൾ കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. അഷ്ടമശനി വഹിക്കുന്ന കാരണം കൊണ്ട് ദേഹശാസ്ത്രപരമായിട്ടുള്ള ശ്രദ്ധ വേണം എന്ന് പറയുന്നത്. കുടുംബത്തിൽ ഐശ്വര്യം, അഭിവൃദ്ധി ഉണ്ടാവും, ധനാഭിവൃദ്ധി ഉണ്ടാവും. ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നീങ്ങുന്നതോടുകൂടിയിട്ട് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരുന്നതിന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. സന്താനങ്ങൾക്കും ഐശ്വര്യ അഭിവൃദ്ധിയും അവരുടെ പഠനത്തിന് വേണ്ട കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കും എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഭവന നിർമ്മാണം, മറ്റുള്ള കാര്യങ്ങളിലെല്ലാം പുരോഗമന പാതയിൽ പോയിക്കൊണ്ടിരിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പുതിയ വാഹനം വാങ്ങിക്കുവാനുള്ള യോഗങ്ങളെല്ലാം ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. വാഹന സംബന്ധമായിട്ട് ജോലിയെടുക്കുന്ന 2 വീലർ തൊട്ട് അതുപോലെ തന്നെ വിമാനം ഭരിക്കും. അതായത് ആകാശത്തിൽ പറക്കുന്ന വിമാനങ്ങളായാലും ജലത്തിൽ സഹിക്കുന്ന കപ്പലാണെങ്കിലും ഈ വാഹന സംബന്ധമായിട്ടുള്ള തൊഴിലെടുക്കുന്നവർക്ക് കുറേ ഏറെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് പറയുന്നത്. കാരണം 10ൽ ശുക്രൻ അത്ര അനുകൂല സ്ഥിതിയിലല്ല. 10ൽ ശുക്രൻ മാളവ്യ യോഗത്തോടുകൂടി നിൽക്കുന്നത് അത് നല്ല യോഗമാണ്. പക്ഷേ ചാരവശം നമ്മൾ ചിന്തിക്കുമ്പോൾ ശുക്രൻ 10ൽ നിൽക്കുന്നത് അത്ര ഗുണമല്ല. തൊഴിൽ സംബന്ധമായിട്ടുള്ള ഇങ്ങനെയുള്ള വാഹന സംബന്ധമായിട്ടുള്ള തൊഴിൽ, കാരകത്വം, വസ്ത്രം, വാഹനം, അലങ്കാര വസ്തുക്കൾ, സുഗന്ധദ്രവ്യ വസ്തുക്കൾ, ഇവരുടെ കാരകത്വം വഹിക്കുന്ന ആളാണ് ശുക്രൻ. ആ വർക്കുകൾ ചെയ്യുന്നവർ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം. അല്ലാത്ത പക്ഷം മഹാലക്ഷ്മിക്ക്, അതായത് ലക്ഷ്മി ദേവിക്ക്, അതായത് കാലത്ത് ഭഗവതി ക്ഷേത്രത്തിൽ വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന, അതുപോലെ തന്നെ പട്ട് ചാർത്തുക. അതായത് കളർ ചുവന്ന പട്ടല്ല, വെള്ളയിൽ ഡിസൈനുള്ള പട്ടുകൾ, വെറും വെള്ളപ്പട്ടല്ല, വെള്ളപ്പട്ട് അങ്ങനെ ധരിക്കാൻ പറ്റില്ല. വെള്ളയിൽ ഡിസൈനുള്ള വർക്കുകൾ ചെയ്ത പട്ട് ധരിപ്പിക്കുന്നത് വളരെ ഉചിതകരമായിട്ടുള്ള പരിഹാരമാണ് എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ ശുക്രഗ്രഹ പൂജ ചെയ്യുക എന്നുള്ളതൊക്കെ പരിഹാരമായിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ ഭവന സംബന്ധമായിട്ടുള്ള യോഗങ്ങൾ നന്നായിട്ട് കാണുന്നുണ്ട്. കാരണം വെച്ച് പറഞ്ഞാൽ ഭൂമി കാരകനായിട്ടുള്ള ഗ്രഹം എന്ന ജന്മത്തിൽ നിൽക്കുന്നുണ്ട്. ഭൂമി സംബന്ധമായിട്ട് ഇടപാട് ചെയ്യുന്നവർക്കെല്ലാം കുറച്ചേറെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിന് തരണം ചെയ്യുവാനുള്ള പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. രോഗാധിക്യം വന്ന് ചേരുകയാണെങ്കിലും രോഗത്തെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ 7ൽ നിൽക്കുന്ന നിവൃത്തിസ്ഥാനം നിൽക്കുന്ന രാഹുവാണ്. രാഹുവിന് സർപ്പദോഷത്തിന് ആയില്യ പൂജ നടത്തുന്നത് ഉത്തമപരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം 7ൽ നിവൃത്തിസ്ഥാനത്ത് ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കുന്ന അവിടെ രാഹു കയറി നിൽക്കുന്ന കാരണം കൊണ്ട് ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം സമയത്ത് നടക്കില്ല, പക്ഷെ നടക്കും, മെല്ലെ നടക്കില്ല. നമ്മളിപ്പോൾ ഒരു 10ാം തീയതിയാണ് കാര്യം നടത്താൻ തീരുമാനിക്കണമെങ്കിൽ 15 18 നിൽക്കിയിരിക്കും നടന്നു എന്ന് വരിക. അതിൻ്റെ തടസ്സം മാറുവാനായിട്ട് എല്ലാ മാസവും ആയില്യ പൂജ നടത്തി കഴിഞ്ഞാൽ ആ 7ൽ നിൽക്കുന്ന ദോഷം മാറും. പിന്നെ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനിയുടെ ദോഷം മാറ്റാൻ നീരാജൻ, നെയ്വിളക്ക് എന്നിവ വഴിപാട്. അല്ലാത്ത പക്ഷം വെള്ളുപായസം, കർപ്പൂരവട്ട് എന്നിവയെല്ലാം ഉണ്ട് എന്ന് പറയാം. ഭാഗ്യസ്ഥാനം പൊതുവെ നല്ലതാണ്. ഭാഗ്യം രാഷ്ട്രം തെളിഞ്ഞ് വരുന്നുണ്ട് എന്ന് തന്നെ പറയാം.
പൊതുവെ 11-ൽ വ്യാഴം നിൽക്കുന്ന കാരണം സർവ്വ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം എന്നൊരു മനോഭാവത്തോടു കൂടിയിട്ടാണ് വ്യാഴം 11-ൽ നിൽക്കുന്നത് എന്നുള്ളതിന് പറയാം. കാരണം ഏത് ഗ്രഹങ്ങളായാലും 11-ൽ നിന്ന് കഴിഞ്ഞാൽ ഉത്തമ ഫലമാണ്. അതിൽ പിന്നെ വ്യാഴം നിന്ന് കഴിഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ല. ധനത്തിൻ്റെ കാരകനാണ്, കുടുംബത്തിൻ്റെ കാരകനാണ്, സന്താനകാരകനാണ്. സന്താനങ്ങളില്ലാത്തവർക്കെല്ലാം സന്താന ഭാഗ്യം കൈവരിക്കാനുള്ള സാധ്യതകളുണ്ട്. സന്താനങ്ങൾ വഴിത്തിരിഞ്ഞ് നടക്കുന്നവർക്കെല്ലാം സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതായത് വിവാഹാദി മംഗളകർമ്മങ്ങളെല്ലാം വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. രാഹുവിന് പരിഹാരം ചെയ്യണം. കാരണം 7-ാം ഭാവം വിവാഹസ്ഥാനമാണ്, അവിടെ നിൽക്കുന്ന രാഹുവാണ്. ആ രാഹുവിന് പരിഹാരം ചെയ്യണം എന്നുള്ളത് പറയുന്നത്. ആ രാഹുവിന് പരിഹാരം ചെയ്യുന്ന പക്ഷം വിവാഹ മംഗളകർമ്മങ്ങളെല്ലാം നടക്കുവാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഭഗവത് സേവ നേരത്തെ പറഞ്ഞ ഭഗവത് സേവ നടത്തുന്നത് ഉത്തമപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വരികയാണെങ്കിൽ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കും ഉത്തമപരമായിട്ടുള്ള കാര്യങ്ങളാണ് വന്നത്. അതുപോലെ തന്നെ സേനാധിപത്യം ഇരിക്കുന്നവരെല്ലാം കുറേ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യണം, പരിഹാരം നടത്തണം. ഞാൻ നേരത്തെ പറഞ്ഞ ഭഗവത് സേവ, ഭഗവതിക്ക് പട്ട്, മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് വളരെ ഉത്തമപരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറയാം. അങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്യുന്ന വർഷം ദോഷാധികം കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും സൂര്യ ചാരവശാൽ നോക്കുന്ന സമയത്ത് ഗവൺമെൻറ് ആനുകൂല്യങ്ങളും ഗവൺമെൻറ് സംബന്ധമായിട്ട് രേഖകളും ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള പാരിതോഷികങ്ങളും ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള എന്ത് സഹായങ്ങളും കിട്ടുവാനുള്ള സാധ്യതകളും ലോൺ സംബന്ധമായിട്ടുള്ളതും വൻകിട ലോൺ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സാങ്ഷനായിട്ട് കിടക്കാതിരിക്കുന്നതെല്ലാം സാങ്ഷനായിട്ട് വരുവാനുള്ള സാധ്യതകളും അതുപോലെ തന്നെ ജപ്തി നടകളും അല്ലാത്തൊക്കെ നടക്കുകയാണെങ്കിൽ അതിൽ നിന്ന് മാറ്റങ്ങൾ വരുവാനുള്ള സാധ്യതയും കടബാധയിൽ നിന്നെല്ലാം വളരെ ആശ്വാസങ്ങൾ കിട്ടുവാനുള്ള സാധ്യതകളും ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ കണ്ടുവരുന്നുണ്ട് ഈ മാസത്തിൽ എന്ന് തന്നെ പറയാം. പറഞ്ഞ പരിഹാരങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ദോഷമില്ലാതെ കടന്നു പോകാം ഈ മാസത്തിൽ ശുഭഫലങ്ങളായിട്ട് തന്നെ പറയാം. നമസ്കാരം.